Hi students, welcome to Sociology class. BA സോഷ്യോളജി 4th സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള അവരുടെ കോർ കോഴ്സ് സോഷ്യൽ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിലെ 4ാമത്തെ മൊഡ്യൂള് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിനകത്ത് എന്തൊക്കെ ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്തിനു വേണ്ടി, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്താണ് അതിൻ്റെ ആവശ്യകത പോലെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ തുടങ്ങേണ്ടത്. ഡാറ്റ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഗവേഷണം ഇല്ലെങ്കിൽ ഒരു റിസർച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഇല്ലെങ്കിൽ അഭിവാജ്യ ഘടകം എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷനാണ്. യഥാർത്ഥത്തിൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡായ അറിവ് നേടുന്നു എന്നുള്ളതാണ് റിസർച്ച് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് ഇല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഘട്ടം റിസർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് കൂടിയാണ്. നമ്മൾ ഗവേഷണം 1ാമത്തെ ഘട്ടത്തിൽ തുടങ്ങി ലാസ്റ്റ് അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നവരെ ഒരുപാട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് റിസർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സ്റ്റേജുകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ ഈ ഒരു ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിനകത്തുണ്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗവേഷണം ഇല്ലെങ്കിൽ ഒരു റിസർച്ച് അതിൻ്റെ പൂർത്തീകരണം വേണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയ ആ ഒരു റിസർച്ച് അതൊരു അവസാനത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദത്തങ്ങളുടെ ശേഖരണം എന്ന് പറയുന്ന വളരെ വിലയേറിയ ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ശേഖരിക്കുന്ന വിവരങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായ രീതിയിൽ അപഗ്രഥനം നടത്തിക്കൊണ്ട് അതിലെ വിവരങ്ങൾ നമ്മൾ ഒന്ന് വിശകലനം നടത്തുമ്പോഴാണ് നമുക്ക് റിസർച്ചിൻ്റെ പൂർണ്ണതയിലേക്ക് പോകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു ഗവേഷണം നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ശരിയായ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് ആ സ്രോതസ്സുകളിൽ നിന്നും വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ വിവരങ്ങളുടെ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഒരുപാട് സ്രോതസ്സുകൾ നമുക്കുണ്ട്. പക്ഷേ എല്ലാത്തിനെയും നമുക്ക് വ്യക്തമായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. നമ്മൾ ശേഖരിക്കുന്ന വിവരത്തിൻ്റെ ആ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ അത് നമ്മുടെ ആ ഒരു റിസർച്ചിൻ്റെ ആധികാരികതയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സറിഞ്ഞിട്ട് വേണം ഡാറ്റ കളക്ഷൻ നടത്താനായിട്ട്. മാത്രമല്ല എത്രത്തോളം വിശ്വസനീയമായ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അവിടെ ആദ്യം തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അത് നമ്മുടെ റിസർച്ചിനെ ബാധിക്കും. നമ്മുടെ റിസർച്ച് ഒരുപക്ഷെ തെറ്റായിട്ട് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ വിവര സ്രോതസ്സുകളെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നേടിയതിനു ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ കൃത്യമാണോ, സത്യമാണോ, ശരിയാണോ, അതിൽ കളങ്കമില്ലാത്ത വിവരങ്ങളാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഡാറ്റകൾ നമ്മുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് പാടുള്ളൂ. ആരിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം, എങ്ങനെയും ഏത് മെത്തേഡ്സ്, ഏത് രീതി ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഡാറ്റകൾ നമുക്ക് കളക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ശേഖരിക്കാവുന്നതാണ്. പക്ഷേ ഒരു പ്രശ്നം, ഒരു കണ്ടീഷനാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ റിസർച്ച് മുന്നോട്ട് വെക്കുന്നത്. ഒരു കണ്ടീഷൻ. എന്താണ് ആ കണ്ടീഷൻ നോക്കാം. നമ്മൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റകൾക്ക് എന്തുണ്ടായിരിക്കണം? ആധികാരികത ഉണ്ടായിരിക്കണം, അതിന് വ്യക്തത ഉണ്ടായിരിക്കണം, കൃത്യതയുണ്ടായിരിക്കണം, വ്യക്തമായ തെളിവുകൾ അതിനുണ്ടായിരിക്കണം. ഒരു വ്യക്തി നമ്മളെടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ രൂപപ്പെടുത്തിയ ആ ഒരു റിസർച്ചിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഇല്ലെങ്കിൽ വ്യക്തതയുണ്ടോ, അതിന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും തെളിവുകൾ, നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശ്വസിക്കാമോ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു തെളിവ് നമ്മളെടുത്ത് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ തെളിവ് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർച്ച് എന്ന രീതിയിൽ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് വിവരങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവില്ല, ഒരു റിസർച്ചായിട്ട് മാറില്ല. മറിച്ച് സത്യസന്ധമായ വിവരങ്ങൾ വ്യക്തമായ രീതിയിൽ ശേഖരിക്കുമ്പോൾ മാത്രമാണ് അത് റിസർച്ച് ഒരു വ്യക്തതയിലേക്ക് പോകുന്നുള്ളൂ എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി റിസർച്ച് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഡാറ്റകൾ
അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന സ്റ്റേജിലൂടെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡാറ്റ കളക്ഷൻ ഡാറ്റകളെ നമ്മൾ ശേഖരിക്കുന്ന ദത്തങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. നമ്മൾ ശേഖരിക്കുന്ന ഡാറ്റകളെ, അതായത് ഡാറ്റ കളക്ഷനിലെ ഡാറ്റകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രൈമറി ഡാറ്റയാണ്, രണ്ടാമത്തെ ഒന്ന് സെക്കൻഡറി ഡാറ്റയാണ്. അപ്പോൾ ആദ്യം നമുക്കറിയണം എന്താണ് പ്രൈമറി ഡാറ്റ എന്ന്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേഷണ മേഖലയിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ്. അതായത് ഗവേഷകൻ ഗവേഷണം നടത്താൻ പോകുന്ന മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ അയാൾ ഗവേഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം നിലനിൽക്കുന്ന പ്രദേശത്ത് നിന്ന് നേരിട്ട് അഭിമുഖം ഇല്ലെങ്കിൽ ചോദ്യാവലി, നിരീക്ഷണം പോലെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് നേരിട്ട് ശേഖരിക്കുന്ന, ആ ഫീൽഡിൽ പോയിട്ട് നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങൾ, അത്തരം വിവരങ്ങളെയാണ് നമുക്ക് പ്രൈമറി ഡാറ്റ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുന്നത്. അതായത് ഗവേഷകൻ ഗവേഷണ മേഖലയിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ട്രൈബ്സിനെ കുറിച്ചാണ് ഒരു ഗവേഷകൻ റിസർച്ച് നടത്തുന്നത് എങ്കിൽ ആ ട്രൈബ്സിൻ്റെ അവിടെ ചെന്നിട്ട് നേരിട്ടെത്തിയിട്ട് അവിടെ അഭിമുഖമോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതികൾ, ചോദ്യാവലിയോ ഒബ്സർവേഷൻ അല്ല നിരീക്ഷണമോ അങ്ങനെയുള്ള ഏതെങ്കിലും മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അയാൾ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് വിളിക്കാനായിട്ട് കഴിയും. അപ്പോൾ നേരിട്ട് ഫീൽഡിൽ ചെന്നുകൊണ്ട് അവരിൽ നിന്നും അഭിമുഖത്വം ഇൻ്റർവ്യൂ ഇല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷനോ പോലെയുള്ള മെത്തേഡ്സ് ഏതെങ്കിലും, ക്വസ്റ്റ്യനെയർ പോലെയുള്ള മെത്തേഡ്സ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു രീതിയിനെ അല്ലെങ്കിൽ അത്തരം ഡാറ്റകളെ നമുക്ക് പ്രൈമറി ഡാറ്റ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രൈമറി ഡാറ്റേൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വിശ്വാസ്യത കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ എവിടെന്നെങ്കിലും കേട്ടതോ എന്തെങ്കിലും അറിഞ്ഞതോ അല്ല, മറിച്ച് നേരിട്ട് പോയിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ്, നേരിട്ട് കേട്ടറിയുന്ന കണ്ടറിയുന്ന വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി ഡാറ്റയ്ക്ക് എപ്പോഴും എന്തായിരിക്കും? വിശ്വാസ്യത കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡാറ്റ സെക്കൻഡറി ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ആ ഒരു അന്വേഷണങ്ങളിലൂടെ അല്ലാതെ ശേഖരിക്കുന്ന വിവരങ്ങൾ, അത്തരം ഡാറ്റാസിനെ അല്ലെങ്കിൽ അത്തരം അന്വേഷണങ്ങളെ അല്ലെങ്കിൽ അത്തരം വിവരങ്ങളെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? സെക്കൻഡറി ഡാറ്റ എന്ന് വിശേഷിപ്പിക്കാം എന്നാണ് പറയുന്നത്. അതായത് വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നാണ് ഗവേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ അവയൊക്കെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സെക്കൻഡറി ഡാറ്റ ഇല്ലെങ്കിൽ ദ്വിതീയ വിവരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഡയറീസ്, അതുപോലെ തന്നെ ലെറ്റേഴ്സ്, ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ തന്നെ സർവേ റിപ്പോർട്ട്സ്, മാഗസിൻസ്, ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ് തുടങ്ങിയ സ്രോതസ്സുകൾ അല്ലെങ്കിൽ തുടങ്ങിയ സോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത് എങ്കിൽ ആ ഡാറ്റകളെ നമുക്ക് സെക്കൻഡറി ഡാറ്റ എന്ന് വിളിക്കാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ നേരിട്ട് കണ്ടതോ കേട്ടതോ ഇല്ലെങ്കിൽ നേരിട്ട് അറിഞ്ഞതോ ആയ കാര്യങ്ങളല്ല സെക്കൻഡറി ഡാറ്റയിൽ ഉണ്ടാവുന്നത്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും മുൻകാലങ്ങളിൽ എവിടെയെങ്കിലും എഴുതി വെച്ച ഡയറീസോ ഇല്ലെങ്കിൽ ലെറ്റേഴ്സോ ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട്സോ സർവേ റിപ്പോർട്ട്സോ മാഗസിൻസിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ന്യൂസസോ എന്തോ ആവാം, അതിലൂടെയൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന ആ വിഷയത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ കളക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് പറയുന്നത് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷനാണ്. ഡാറ്റ കളക്ഷന് വേണ്ടി നമ്മൾ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ചില ടെക്നിക്സ്, ചില മാർഗങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് ഈ ടെക്നിക്സ് എന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന ടെക്നിക്ക് ഒബ്സർവേഷനാണ്. ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ സാമൂഹിക ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകൾ വളരെ കാലങ്ങളായി വിവരശേഖരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താറുള്ള ഇല്ലെങ്കിൽ സോഷ്യോളജിയിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ വളരെ കാലങ്ങളായിട്ട് വിവരശേഖരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താറുള്ള ഒരു രീതിയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു രീതി. അപ്പോൾ ഒരുപാട് പുരാതനമായതും എന്നാൽ ആധുനികമായിട്ട് കണക്കാക്കാവുന്നതുമായ ഒരു മെത്തേഡ് എന്നാണ് ഒബ്സർവേഷനെ നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഒരുപാട് പുരാതനമാണ്, ഒരുപാട് പഴയ കാലത്ത് അതിൻ്റെ ഉത്ഭവം
സംഭവം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായിട്ടുള്ളതല്ല. പുരാതന കാലഘട്ടത്തിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അന്ന് റിസർച്ചും കാര്യങ്ങളും ഇല്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരുപാട് പുരാതനമാണ്, വളരെ കാലങ്ങൾക്ക് മുൻപേ തന്നെ വന്നിട്ടുള്ളതാണ്. പക്ഷേ അത് ഇന്നും എന്ത് ചെയ്യാണ്, ആധുനികമാണ് എന്ന് വെച്ചെങ്കിൽ ഇന്നും എന്ത് ചെയ്യുന്നു, വളരെ എഫക്റ്റീവായ രീതിയിൽ റിസർച്ചുകളിൽ യൂസ് ചെയ്യാറുള്ള ഒരു രീതി കൂടിയാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് എന്നാണ് പറയുന്നത്, ഡാറ്റ കളക്ഷൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ ഇത് ശരിക്കും ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വസ്തുവിനെ ഇല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ ഇല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക എന്നുള്ളതാണ്. വളരെ സൂക്ഷ്മമായിക്കൊണ്ട് ഒരു പ്രതിഭാസത്തെ വീക്ഷിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് നമ്മൾ ഒബ്സർവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രതിഭാസത്തെയോ ഒരു പ്രശ്നത്തെയോ വളരെ വ്യക്തമായി ഒബ്സർവ് ചെയ്യുക ഇല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയും വേണം. ഒരു പ്രതിഭാസത്തെ നോക്കിക്കാണാൻ എല്ലാ വ്യക്തിക്കും കഴിയും, പക്ഷേ വെറുമൊരു നോട്ടമല്ല, ആ നോട്ടത്തിലൂടെ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നും എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും നോക്കിക്കാണാനുമുള്ള ആ ഒരു കഴിവ്, ആ കഴിവാണ് ശരിക്കും ഒബ്സർവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരൊറ്റ നോട്ടത്തിലാണെങ്കിൽ പോലും ആ നോട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വ്യക്തമായിട്ട് കാണാനും അതോടൊപ്പം അത് മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ്, അതാണ് ഒബ്സർവേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല കോൺസെൻട്രേഷൻ വേണം, മാത്രമല്ല അതിന് നല്ലൊരു മൈൻഡ് കൂടി നമുക്ക് ആവശ്യമാണ് ഒബ്സർവേഷന്. ഒരുപാട് പ്രയാസങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒബ്സർവേഷൻ ഒരിക്കലും പോസിബിൾ അല്ല. ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ഒരിക്കലും ഒബ്സർവേഷൻ പോസിബിൾ ആവില്ല എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ വളരെ എഫക്റ്റീവായ രീതിയിൽ ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമേ നമുക്ക് ഒബ്സർവേഷൻ വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ നോക്കിക്കാണുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒബ്സർവേഷൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാര്യങ്ങളാണെങ്കിലും വെറുതെ നോക്കിക്കാണൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഗവേഷകന് തൻ്റെ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടും പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ശരിക്കും ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒരൊറ്റ ഇന്ദ്രിയം കൊണ്ട് മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ഓരോ ഇന്ദ്രിയങ്ങളും വളരെ വ്യക്തമായി ആ ഒരു ഒബ്സർവേഷനിലേക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ കൊണ്ടുപോകണം. എന്നിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണം നടത്തേണ്ടത്. ഇങ്ങനെ വളരെ വ്യക്തമായ രീതിയിൽ ഒബ്സർവേഷൻ നടത്തുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ എഫക്റ്റീവായ ഒരു ഡാറ്റ കളക്ഷൻ ടെക്നിക്കായിട്ടാണ് ഒബ്സർവേഷനെ പൊതുവെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. എല്ലാ അവസ്ഥയിലും ഒന്നും പോസിബിൾ അല്ല. ചില സമയങ്ങളിൽ ഒബ്സർവേഷൻ പ്രയാസമാവാറുണ്ട്, ഫെയിലാവാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ പറയുന്ന പോലെ ഒബ്സർവേഷൻ എന്താണ്, നല്ലൊരു മെത്തേഡായിട്ടാണ് നമുക്ക് പറയാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. അതായത് നമ്മൾ ഗവേഷകൻ എപ്പോഴും എന്ത് വേണം, ഒബ്സർവേഷന് വേണ്ടിയിട്ട് അയാൾ പഠനം നടത്തുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ നേരിട്ടെത്തുകയും അവിടെ നിന്ന് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി മനസ്സിലാക്കിയതിനു ശേഷം അത് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് വളരെ വ്യക്തമായിട്ട് അയാൾ കണ്ട കാര്യങ്ങൾ അയാൾ രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒബ്സർവേഷൻ പൂർണ്ണമാവുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഗവേഷണത്തിൽ ഇല്ലെങ്കിൽ റിസർച്ചിൽ ഡാറ്റ കളക്ഷന് വേണ്ടി വളരെ എഫക്റ്റീവായുള്ള ഒരു യൂസ് ചെയ്യാവുന്ന ഒരു മാർഗം ഇല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തിനെ കണക്കാക്കാവുന്നതാണ്, ഒബ്സർവേഷനെ നമുക്ക് കണക്കാക്കാവുന്നതാണ് എന്ന് പറയുന്നു. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഒബ്സർവേഷനാണ്. ടൈപ്സ് ഓഫ് ഒബ്സർവേഷനിൽ 3 തരത്തിലുള്ള ഒബ്സർവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. 1 സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, 2 കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, 3 പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ.
അപ്പോൾ ആദ്യം എന്താണ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് നോക്കാം. അതിലാദ്യം പറയാൻ പോകുന്നത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷനാണ്. സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം ഘടകങ്ങളാണ് നിരീക്ഷണ വിധേയമാക്കേണ്ടത് എന്നുള്ള കാര്യം മുൻകൂട്ടി നിർണയിച്ചതിന് ശേഷം നമ്മളൊരു ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒബ്സർവേഷനെയാണ് നമുക്ക് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന മേഖലയിൽ പോയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്സർവേഷനെ നമുക്ക് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയാം. ചിട്ടപ്പെടുത്തിയ അഭിമുഖം എന്ന് വേണമെങ്കിൽ നമുക്കതിൻ്റെ മലയാളം പറയാം. ദെൻ അതിന് നേരെ വിപരീതമായിട്ട് വരുന്ന ഒന്നാണ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവേഷന് മുൻകൂട്ടി പോകുന്നതിന് മുൻപ് തന്നെ ഒരു ഒബ്സർവേഷൻ്റെ ഘടനയൊന്നും നിർണ്ണയിക്കാതെ, അതായത് ഏതെല്ലാം കാര്യങ്ങൾ നിരീക്ഷണ വിധേയമാക്കണമെന്നോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളവിടെ പോയിട്ട് ഒബ്സർവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ തീരുമാനിക്കൊന്നും ചെയ്യാതെ നമ്മൾ നേരിട്ട് പോയിട്ട് നടത്തപ്പെടുന്ന ആ ഒരു ഒബ്സർവേഷൻ, ആ ഒബ്സർവേഷനെ നമുക്ക് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇവിടെ ഒരിക്കലും എന്തല്ല, നമ്മൾ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്നോ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും തീരുമാനിക്കുന്നില്ല. നമ്മൾ നേരിട്ട് നമ്മൾ പഠനം നടത്താൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് നടത്താൻ പോകുന്ന മേഖലയിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് തോന്നിയ രീതികൾ ഉപയോഗിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷനാണ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആ ഒരു ഒബ്സർവേഷനാണ് ഇനി പറയാൻ പോകുന്നത് കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ട് നമ്മൾ പരീക്ഷണാത്മക രീതി ഉപയോഗപ്പെടുത്തുന്നതും ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ വീഡിയോഗ്രാഫി പോലെയുള്ള രീതികളൊക്കെ ഉപയോഗപ്പെടുത്താനായിട്ട് അനുവാദം ലഭിക്കുന്നതുമായ രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ, അത്തരം ഒബ്സർവേഷനെയാണ് നമുക്ക് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അതായത് ചില നിയന്ത്രണങ്ങളുടെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ നടത്തപ്പെടുന്ന ഒബ്സർവേഷൻ. കൺട്രോൾഡ് ഒബ്സർവേഷൻ ആ പേരിൽ തന്നെയുണ്ട്. അതായത് നമുക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ആ നിയന്ത്രണങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പിന്നെ വീഡിയോ എടുക്കുന്നു, ഇല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷനാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ട്രൈബൽസിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ട്രൈബൽസ് ആണ് നമ്മളെ റിസർച്ചിൻ്റെ ആ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ ഒബ്സർവേഷൻ എന്ന മെത്തേഡാണ് നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ഇവിടെ നമുക്ക് നേരിട്ട് പോയിട്ട് അവിടെ കാണുന്ന മുഴുവൻ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അവിടെ നമുക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. അവർ പറയുന്ന മേഖലകളിൽ മാത്രമേ ഒബ്സർവ് ചെയ്യാൻ പാടുണ്ടാവുള്ളൂ. അവർ പറയുന്ന കാര്യങ്ങൾ എന്താണോ അവർ നിയന്ത്രിക്കുന്നത് നമ്മളെ, അത് ചെയ്യരുത്, അത് ഒബ്സർവ് ചെയ്യരുത്, ഇത് ഒബ്സർവ് ചെയ്യരുത് എന്ന് പറഞ്ഞു വെക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, വിട്ടു നിൽക്കേണ്ടി വരും. അപ്പോൾ നിയന്ത്രണങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന ആ ഒരു ഒബ്സർവേഷൻ, അത്തരം ഒബ്സർവേഷനെയാണ് നമുക്ക് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് വിളിക്കാൻ പറ്റുക. ഇപ്പോൾ ട്രൈബൽസിൻ്റെ ഒക്കെ ആണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ബട്ട് അവരുടെ ആ ഒരു കസ്റ്റംസ് അതുപോലെ തന്നെ റിച്വൽസ് പോലെയുള്ള കാര്യങ്ങൾ, ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കാര്യങ്ങളോ നേരിട്ട് പകർത്താൻ ചിലപ്പോൾ അവർ നമുക്ക് സമ്മതം തന്നോളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അതൊന്നും നമ്മൾ അവർ പറയുന്ന രീതിയിലൂടെ അവർ തന്നിട്ടുള്ള ആ ഒരു നിയന്ത്രണങ്ങളുടെ ഉള്ളിൽ നിന്നിട്ട് വേണ്ടി വരും നമ്മൾ നിരീക്ഷണം നടത്താൻ. അത്തരത്തിൽ നടത്തപ്പെടുന്ന നിരീക്ഷണമാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. ദെൻ അതിന് നേരെ വിപരീതം അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ പ്രകൃതിദത്ത സാഹചര്യങ്ങളിൽ നമ്മൾ പോയിട്ട് നടത്തപ്പെടുന്ന ആ ഒരു ഒബ്സർവേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അൺകൺട്രോൾഡ് ഒബ്സർവേഷനും എന്തുണ്ടായിരിക്കും, ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ട്രൈബൽസ് ഒന്നും അല്ലാത്ത വിഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പോയിട്ട് നമ്മൾ ഒബ്സർവേഷൻ നടത്തുകയാണെങ്കിൽ ആ ഒബ്സർവേഷനെയാണ് നമുക്ക് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുന്നത്. തന്നെ ഇനി മൂന്നാമത്തത് പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനാണ്.
പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരീക്ഷണ വിധേയമാക്കുന്ന ഗ്രൂപ്പ് ഇല്ലെങ്കിൽ സമൂഹം ഇല്ലെങ്കിൽ ഒരു സ്ഥാപനം അവിടുത്തെ ആളുകളുടെ കൂടെ ജീവിക്കുക ഇല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ കൂടെ അവരിലൊരാളായിക്കൊണ്ട് അവിടെ ഒരു പങ്കാളിയായി നിന്നിട്ട് കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുകയാണ് എങ്കിൽ ആ നിരീക്ഷണത്തെ നമുക്ക് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ട്രൈബൽസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ട്രൈബൽസിൻ്റെ കൂടെ പോയിട്ട് അവരുടെ കൂടെ നിന്ന് താമസിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നേരിട്ട് നമ്മൾ ശേഖരിക്കുകയാണ്, അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒബ്സർവേഷനെ നമുക്ക് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. പങ്കാളിത്ത നിരീക്ഷണമാണ്. നമ്മൾ പഠനം നടത്താൻ പോകുന്ന മേഖലയിലുള്ള ആളുകളുടെ കൂടെ നിന്നിട്ട് അവരിലൊരാളായി അവരിലൊരു പങ്കാളിയായി നിന്നുകൊണ്ട് ഡേറ്റകൾ കളക്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥാക്കുന്നത്. ഇനി അതിന് നേരെ വിപരീതമാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളിത്ത രഹിത നിരീക്ഷണം. അതായത് ഒരു ഗ്രൂപ്പിൻ്റെയോ സമൂഹത്തിൻ്റെയോ പ്രവർത്തനങ്ങളെ അവരുടെ കൂടെ പാർട്ടിസിപ്പൻ്റ് ചെയ്യാതെ നോൺ പാർട്ടിസിപ്പേഷനാണ്. അതായത് അവിടെ പങ്കാളിയാവാത്ത രീതിയിൽ ദൂരത്തെ എവിടെയെങ്കിലും നിന്നിട്ട് അല്ലെങ്കിൽ ഒരുപാട് അകലങ്ങളിൽ എവിടെയെങ്കിലും നിന്നിട്ട് ഒരു ഗ്രൂപ്പിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്സർവേഷനെ നമുക്ക് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരം ഒബ്സർവേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുമായിട്ട് വലിയൊരു ബന്ധവും കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പരിചയമില്ലാത്ത രീതിയിലാണ് അവിടെ ഒബ്സർവേഷൻ നടത്തപ്പെടുന്നത്.